ഈ കാണുന്ന റോഡില്ലേ, ഇതാണ് കേട്ടോ എൻ്റെ വീടിന് മുമ്പിൽ കൂടെ പോകുന്ന റോഡ്. ഈ കാണുന്ന വഴിയില്ലേ, ഈ വഴിയുടെ മേളിലായിട്ട് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു നീല ടാർപ്പ് കെട്ടിയാണൊക്കെ കാണാം. അവിടെയാണ് എൻ്റെ വീടുള്ളത്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലേ, ഇവനെന്താ ഇതെല്ലാം കൂടെ ഞങ്ങളെയും കൂടെ കാണിക്കുന്നതെന്ന്. വെറുതെ എനിക്കൊരു മനസ്സുഖം. മഴയെല്ലാം ആയതുകൊണ്ട് തന്നെ പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. കാട് കൊത്തൽ ഈ മഴയത്ത് നടക്കൂലല്ലോ. ചുമ്മാ വീട്ടിൽ നിന്നിപ്പോൾ റോഡിൽ കൂടെ ഒക്കെ നടക്കാൻ ഓർത്ത് കേട്ടോ. ഈ കാണുന്ന കുളമില്ലേ, ഇതാണ് എൻ്റെ വഴിയുടെ സൈഡിലുള്ള കുളം. ഇതെൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ പറമ്പിലുള്ള കുളമാട്ടോ. ഈ കുളം എല്ലാ മഴക്കാലത്തും നിറഞ്ഞിട്ട് റോഡിൽ കൂടെ മൊത്തം വെള്ളം ഒഴുകും. ഈ പ്രാവശ്യം നിറഞ്ഞു. കുറച്ച് തേങ്ങയെല്ലാം കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ആ റോഡിലേക്ക് ഒന്ന് നോക്കിയേ, നല്ല പോലെ വെള്ളം ഒഴുകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഴ ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കാണ്ട് പെയ്യുമ്പം ആ റോഡിൻ്റെ സൈഡിൽ ഓടയുണ്ട്. അവിടുന്ന് കുറച്ച് മണ്ണെല്ലാം ഇതായിട്ട് അവിടുന്ന് ഉറവയെല്ലാം പൊട്ടി കേട്ടോ. അതിൻ്റെ വെള്ളവും കൂടെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന കാണാം. ഞാനെല്ലാം 4ലോ 5ലോ സ്കൂളിൽ പഠിക്കുന്ന സമയത്താട്ടോ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എൻ്റെ കുട്ടിക്കാലത്ത് തന്നെയാണ്. ഈ കാണുന്ന ഈ റോഡില്ലേ, ഇതൊന്നും ടാറിങ്ങൊന്നുമല്ലായിരുന്നു. ഇവിടെല്ലാം നമ്മുടെ പഴയ മൺ റോഡായിരുന്നു. ആ സമയത്ത് നല്ല ഇതേപോലത്തെ നല്ല പെരുമഴയെല്ലാം പെയ്യുമ്പോഴത്തേക്കും ഇവിടെല്ലാം ഫുള്ള് ചതുപ്പായിട്ട് നമ്മൾ നടക്കുമ്പോൾ എല്ലാം നമ്മുടെ കാലൊക്കെ താന്നു പോകും. അതേപോലെ തന്നെ വണ്ടിയെല്ലാം പോകുമ്പോൾ വണ്ടിയെല്ലാം പതിയെ പതിയെ താഴാനൊക്കെ തുടങ്ങുമായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് നല്ല ടാറ്റർ റോഡല്ല, ഇപ്പം കണ്ടില്ലേ നല്ല സെറ്റായിട്ടും റോഡല്ല. അങ്ങനെ ഞാൻ നടന്ന് ഇവിടെ അടുത്തൊരു കടയുണ്ട്. കടയിൽ പോയിട്ടുള്ള പാലോ തൈരോ എന്തെങ്കിലും മേടിക്കാൻ ഓർത്തിട്ട് അങ്ങോട്ട് പോവാട്ടോ. കടയിൽ പോയിട്ട് പാല് മേടിച്ചില്ല, തൈര് മാത്രം മേടിച്ചിട്ട് വന്നു. തൈരിൻ്റെ കൂടെ 2 മുട്ടായി മേടിച്ചു കേട്ടോ. മുട്ടായി കണ്ടപ്പം ഒരു കൊതി, എന്നാൽ പിന്നെ അങ്ങ് മേടിച്ചേക്കാൻ ഓർത്തു. അങ്ങനെ 2 വാങ്ങി. ഒന്ന് എനിക്കും ഒന്ന് അമ്മയ്ക്കുമാണ്. വീട്ടിൽ അച്ഛനില്ല, അച്ഛൻ പുറത്ത് എവിടെ പോയിട്ടുണ്ട്. അങ്ങനെ 2 മുട്ടായും വാങ്ങി. വരുന്ന വഴിക്ക് കൊതി കൊണ്ട് ഞാനൊന്ന് കഴിച്ചു കേട്ടോ. പ്രായം കൂടുന്തോറും പിള്ളേരെ പോലെ ആവുമെന്നല്ല പറയുന്നത്. മുട്ടായി കണ്ടപ്പോൾ കൊതി, പിന്നെ ഒന്നും നോക്കിയില്ല, ഒന്ന് ഞാനങ്ങ് എടുത്ത് കഴിച്ചു. എന്താണെന്നറിയില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ മഴയ്ക്കെല്ലാം കുറച്ച് തോർച്ച കിട്ടിയായിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഭാഗ്യമുണ്ട്. കാരണം കയ്യിൽ കുടയില്ലായിരുന്നു. പിന്നെ നമ്മുടെ 100 രൂപയുടെ കോട്ടില്ലേ, അതൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. സാധാരണ എപ്പോഴും ബൈക്കൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ബൈക്ക് പിന്നെ അവിടെ തന്നെ വെച്ചിട്ട് നടന്നാണ് പോയത്. ഇത് കണ്ടില്ലേ, എൻ്റെ ചെറുക്കനാണെങ്കിൽ കൂട്ടിനകത്തും കയറിയിരിക്കുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ അല്ലേ, അവനങ്ങനെ കൂട്ടിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിൽ കയറിയിട്ട് അമ്മേനെ വിളിച്ച് അമ്മയ്ക്ക് മുട്ടായി കൊടുക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.